ഹായ് ഹലോ, സിബിൻ സ്റ്റിച്ചിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് കണ്ടാൽ മതിയാണെന്ന് തോന്നുന്ന SP പലാസ പാൻറ്. നല്ലൊരു പലാസ പാൻറ്റാണ്. ഫ്രണ്ടിൽ ഇങ്ങനെ പ്ലീറ്റ് വന്നിട്ടുള്ള ടൈപ്പ്. അതിൻ്റെ കട്ടിങ്ങാണ് കാണിക്കുന്നത്. അതിൻ്റെ കട്ടിങ്ങിന് ആദ്യം സെൻറ്റർ മടക്കി ഇങ്ങനെ എടുക്കുക. ഇത് ഒരു 2 മീറ്റർ തുണിയാണ്. അപ്പോൾ 2 മീറ്റർ തയ്യില എനിക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അവനവൻ്റെ ലെങ്ത്തിനനുസരിച്ച് ഇതിനനുസരിച്ചൊക്കെ ചെയ്യുക. അപ്പോൾ ഈ പാൻറ് കണ്ടാൽ മതിയാണെന്ന് തോന്നുന്ന ഈ പലാസ പാൻറ് എങ്ങനെ കട്ട് ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു അളവ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഓരോരുത്തർ അളവിനനുസരിച്ച് എടുക്കുക. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് 37 ഇഞ്ച് ലെങ്ത്ത്. 37 ഇഞ്ച് ലെങ്ത്താണ് എടുത്തിരിക്കുന്നത്. അപ്പം മേലെ നമ്മളിങ്ങനെ സ്ട്രേറ്റ് ആയിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി 37 ഇഞ്ച് ലെങ്ത്ത് ഇങ്ങനെ മാർക്ക് ചെയ്തെടുക്കുക. 37 ഇഞ്ച് ലെങ്ത്ത് ഇങ്ങനെ കിട്ടില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, നേരെ സെൻറ്റർ ഇട്ട് തുണി വിലങ്ങിനെടുക്കുക. വിലങ്ങിനെടുക്കുമ്പോഴേ നീളം കിട്ടുള്ളൂ. വലിയ ആൾക്കുള്ളതാണ്, അത്യാവശ്യം വലിയ ആൾക്ക് പാൻറ്റാണ്. അത്യാവശ്യം വലിയ ആളെ പാൻറ്റാണ്. അപ്പോൾ നമ്മൾ തുണി ഇങ്ങനെ വിലങ്ങായിട്ട് ആദ്യം ഒറ്റ മടക്കിലെടുക്കുക. ശ്രദ്ധിക്കുക, എപ്പോഴും ഡബിൾ മടക്കി തുണി എടുക്കരുത്. ഈ പാൻറ് വെട്ടണമെങ്കിൽ ആദ്യം സിംഗിളായിട്ട് മടക്കിയെടുക്കുക. നമ്മൾ മേലെ ഭാഗം ലെവലായിട്ടൊരു മാർക്ക് കൊടുക്കുക. ഇനിയാണ് ആ പാൻറ്റിൻ്റെ കട്ടിങ്. അളവ് നോക്കുക, അളവ് ശ്രദ്ധിക്കുക. 37 ഇഞ്ച് ലെങ്ത്ത്. അപ്പോൾ 1 ഇഞ്ച് കുറച്ചിട്ട് 36 ഇഞ്ച് ലെങ്ത്തിലെടുക്കുക. അടുക്കിയെടുക്കാൻ 1 ഇഞ്ച് തുമ്പ് കൊടുക്കുക. ഇനി നമ്മൾ നടഭാഗം എന്ന് പറയുന്നത് വലിയ ആളായതുകൊണ്ട് ഒരു 13, 12 വരും. ഇത് നമ്മളൊരു 13 കൊടുക്കുകയാണ്. അത്യാവശ്യം വലിയ ആൾക്കാണ്. ഇനി അതിനെ സ്ട്രെയിറ്റ് ആയിട്ടൊരു മാർക്കിങ് കൊടുക്കുക. താഴെ ഭാഗം മടക്കി അടിക്കേണ്ട തുമ്പടക്കം മാർക്ക് ചെയ്ത് കൊടുക്കുക. മടക്കി ഫോൾഡ് ചെയ്യാനുള്ള എക്സ്ട്രാ തുമ്പ് ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾ അരവണ്ണം 28 ഇഞ്ച് അരവണ്ണം കറക്റ്റായിട്ട് എടുക്കുക. അപ്പോൾ 28ൻ്റെ പാതി 7, 7 14 28. ഇനി ഒരു 3 ഇഞ്ച് തുമ്പ് ഇട്ട് കൊടുക്കുക. അപ്പോൾ 27, 7, 3, 10. അത് 7 ഇഞ്ചിന് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുക. 28 അരവണ്ണത്തിൻ്റെ പാതി 14, 28ൻ്റെ പാതി 14. അതിനെ രണ്ടായിട്ട് എടുക്കുമ്പോൾ 7 ഇഞ്ച്. ഇനി നമുക്ക് ആ പ്ലേറ്റിന് വേണ്ട ഒരു പ്ലേറ്റാണ് വരുന്നത്. അവിടെ പ്ലേറ്റിന് ഒരു 2.5 ഇഞ്ച്, അതായത് 2 5 ഇഞ്ച് തുമ്പിട്ട് കൊടുക്കുക. ഇനി അതേ മാർക്ക് നമ്മൾ നടഭാഗം മാർക്ക് ചെയ്ത് ഇട്ട് കൊടുക്കുക. 10 ഇഞ്ച്, 10 ഇഞ്ചിന് ഇവിടേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ അരവണ്ണം വരുന്നത് 27ലാണ്. 27. ഇനി അതിനെ നമ്മൾ എക്സ്ട്രാ ഇട്ട ഇവിടെ ഭാഗത്തോട്ട് ഒരു മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി ലൂസ്, തുട ലൂസ് എടുത്തിട്ടുണ്ട്, അതിനനുസരിച്ച് കൊടുക്കുക. തുട ലൂസ് നമുക്ക് വേണ്ടത് ഒരു 13 ഇഞ്ച്, 26ൻ്റെ 1 സൈഡ് 13. ഈ അടി ലൂസ് മാക്സിമം ഇതിന് കിട്ടുന്നതാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. 24 വരുമ്പോൾ 12. ഇനി അതിനെ നമ്മൾ നേരെ ഒരു ഷേപ്പിൽ കാലിൻ്റെ അടിഭാഗത്ത് നിന്ന് തുടഭാഗം വരെ ഒരു ഷേപ്പിലൊരു മാർക്ക് ചെയ്ത് കൊടുക്കുക. നമ്മളെ സീറ്റിൻ്റെ അവിടെ നടഭാഗത്ത് ഒരു റൗണ്ട് ചെയ്തിട്ട് ഒരു മാർക്ക് കൊടുക്കുക. നേരെ ഇതിനെ ഒന്ന് വെട്ടിയെടുക്കുക. ഈ പാൻറ് വെട്ടുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, ഫ്രണ്ടും ബാക്കും ഒരുമിച്ചിട്ട് വെട്ടരുത്. ഫ്രണ്ട് പാർട്സ് ആദ്യം വെട്ടിയെടുക്കണം. ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട് പീസ്. അടിഭാഗം ഫോൾഡ് ചെയ്യാനുള്ള തുമ്പിട്ടിട്ടുണ്ട്, അവിടെ വിട്ടിട്ട് കൊടുക്കുക. ഫ്രണ്ട് പാർട്ട് കഴിഞ്ഞു. ഇനി നമ്മൾ ഈ ഇഞ്ച്, അതായത് ഇപ്പോൾ 28 ഇഞ്ച് അരവണ്ണം, അതിൻ്റെ 4/1 7 എടുത്തത്. അതിൻ്റെ സെൻറ്റർ 3.5 ഇഞ്ചിന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അവിടെ നമ്മൾ 2.5 ഇഞ്ച് നമുക്ക് പ്ലീറ്റ് ഇടാനുള്ള തുമ്പ് 2.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക, അടിക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ 1.25, 1.25.
കൊടുക്കാതെ 2.5 ഇഞ്ച്. അതിനെ ചെറുതായിട്ട് ഒരളവിന് വേണ്ടിയിട്ട് ഇതുപോലെ ഫ്രണ്ട് ഭാഗം കഴിഞ്ഞ് ഇനി നേരെ ഇതിനെ തിരിച്ചിടുക. ഫ്രണ്ട് ഭാഗം ഇട്ടതുപോലെ തന്നെ സെൻറ്റർ മടക്കിയിട്ട് ഇട്ട് കൊടുക്കുക. രണ്ടറ്റം അങ്ങ് ആ ഭാഗത്തോട്ടില്ല, സെൻറ്റർ നമ്മുടെ ഭാഗത്തോട്ട് ഇട്ട് കൊടുക്കുക. ഇനി ഫ്രണ്ട് പീസിനെ എടുത്തിട്ട് നേരെ ബാക്ക് പീസിലോട്ട് ഇട്ട് കൊടുക്കുക. ബാക്കിൽ അലാസ്റ്റിക് ആണ് വരിക. അലാസ്റ്റിക്കിന് മടക്കി അടിക്കാനുള്ള തുമ്പ് നമ്മൾ മേലെ എക്സ്ട്രാ കാണണം. അത് കണ്ട് താഴെ ഫോൾഡ് ചെയ്യാനുള്ള തുമ്പ് കഴിച്ച് ബാക്കി നമുക്ക് ഇത് ഫ്രണ്ടിൽ 1 ഇഞ്ച് പട്ട വരും. ഫ്രണ്ടിൽ 1 ഇഞ്ച് പട്ട വരും. ആ 1 ഇഞ്ച് പട്ട ബാക്കമ്മ കയറ്റിയിടുക. അലാസ്റ്റിക് 1.5 ഇഞ്ച് അതിനെ മടക്കി അടിക്കാനുള്ള ഒരു 1.5 ഇഞ്ച് കൂടെ എക്സ്ട്രാ ഇട്ട് കൊടുക്കുക. ഇനി അരവണ്ണത്തിൻ്റെ അവിടെ അലാസ്റ്റിക്കിനനുസരിച്ച് നമുക്ക് എത്ര ലൂസ് ഇട്ട് കൊടുക്കുക. ഇവിടെ 28ൻ്റെ 4.7, അതായത് ബാക്ക് ഭാഗം 14 ഇഞ്ച് വരണം. ഇനി അലാസ്റ്റിക്കിന് നമുക്ക് മാക്സിമം കിട്ടുന്നത് വരെ ഒരു 3.5 ഒരു 7 ഇഞ്ചൊക്കെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഒരു 3.5 ഒരു ഭാഗം വരും. 3.5 7. ഇനി അതിനെ ഫ്രണ്ടിൻ്റെ ഇവിടത്തോട്ട് ഒരു വര വരച്ചു കൊടുക്കുക. ഫ്രണ്ടിന് കൊടുത്ത പോലെ തന്നെ ഇവിടെ റൗണ്ട് ചെയ്ത് കൊടുക്കുക. ശ്രദ്ധിക്കുക, ബാക്ക് ഭാഗം ഫ്രണ്ടിനോടൊപ്പം ഇട്ടിട്ട് അലാസ്റ്റിക്കിനുള്ള തുമ്പ് എക്സ്ട്രാ ഇട്ട് കൊടുക്കുക. ഇനി ഇതിനെ അതുപോലെ തന്നെ ഫ്രണ്ടിനോടൊപ്പം ഫ്രണ്ട് വെട്ടിയതുപോലെ വെട്ടിയെടുക്കുക. ഇവിടുന്ന് അങ്ങോട്ട് ഒരേ ലൂസിൽ കൊടുക്കുക. തുട ലൂസിൻ്റെ അവിടുന്ന് അങ്ങോട്ട് താഴെ വരെ ഫ്രണ്ടും ബാക്കും ഒരുമിച്ച് വെട്ടിയെടുക്കുക. അരഭാഗമാണ് ശ്രദ്ധിക്കേണ്ടത്. അരഭാഗത്ത് ബാക്ക് എക്സ്ട്രാ ഇട്ട് കൊടുക്കുക. ഫ്രണ്ട് 1 ഇഞ്ച് പട്ടക്ക് ഇട്ട് കൊടുക്കുക. ബാക്കിയാൽ ബാക്ക് ഭാഗം അലാസ്റ്റിക് വരുമ്പോൾ ഇങ്ങനെ വരും. ഇത്രയേ ഉള്ളൂ ആ പാൻറ്റിൻ്റെ കട്ടിങ്. ഇതിൻ്റെ സ്റ്റിച്ചിങ് മറ്റൊരു വീഡിയോയുമായി വരും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താഴെ കാണുന്ന ബെല്ലിൽ അമർത്തുക. ഞാൻ ഇടുന്ന ഓരോ വീഡിയോ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.